ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭവാനി ആ പരമ്പരാഗത മാല എടുത്തിട്ട് അഞ്ജനയുടെ നേരെ നീട്ടുകയാണ്. എന്നിട്ട് അഞ്ജനയോട് പറയാണ്, നീ ഈ മാല ഇടണം, മുത്തശ്ശി നിനക്ക് തന്നതാണ്, നിനക്കും അഭിരാമിക്കും അനുപമയ്ക്കും തന്നതാണ്, ഇത് ഈ കുടുംബത്തിൻ്റെ ഐക്കണാണ്, അതുകൊണ്ട് നീ ഇതിടണം. ഞാനിടാം, അഭിരാമി ഇപ്പോൾ എവിടെയായിരിക്കും എന്ന് അഞ്ജന ഇങ്ങനെ ചോദിക്കുമ്പോൾ ഭവാനി ഓർക്കുകയാണ് അച്യുതേട്ടൻ്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തതും കൊല്ലാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ഭവാനി പറയും, അവൾ ഇല്ലാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. മുത്തശ്ശിയുടെയും നിൻ്റെ വല്യച്ഛൻ്റെയും അപ്പച്ചിയുടെയും സ്വത്തുകൾ നമുക്ക് വേണം. അഭിരാമി എന്ന അവകാശം ഉണ്ടാവാൻ പാടില്ല. നീ വേഗം ഡ്രസ്സ് ചെയ്തിട്ട് വാ. ശരിയെന്നും പറഞ്ഞിട്ട് ഭവാനി പിന്നെ അവിടുന്ന് പോവും. ആ സമയത്ത് അഞ്ജന ആ മാല നോക്കിയിട്ട് പറയും, പിന്നെ ആ മുതുക്കളവിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങാൻ പോവല്ലേ എന്നും പറഞ്ഞിട്ട് മാല ഒരു ഏറെറിയും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭൂമി നല്ല സുന്ദരിയായി സാരിയൊക്കെ കൊടുത്ത് നല്ല അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ്. അതുപോലെ ആ പരമ്പരാഗത മാല അവൾ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവൾ ഒരുങ്ങി പുറത്തേക്ക് വരുമ്പോൾ അച്ചേട്ടനും അംബികേച്ചും ഇങ്ങനെ അതിശയത്തോടു കൂടി മോളെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അച്ചേട്ടൻ പറയും, എടി നോക്കടി നമ്മുടെ മോളെ, എന്താ ഐശ്വര്യം, ബുദ്ധിയിൽ പോലീസ്, സൗന്ദര്യത്തിൽ ഐശ്വര്യ റായ്, സ്വഭാവത്തിലോ മദർ തെരേസ. അന്നേരം ഭൂമി ചോദിക്കും, മദർ തെരേസയോ? മദർ തെരേസ വളരെ സോഫ്റ്റ് ക്യാരക്ടർ അല്ലേ, ഞാൻ അങ്ങനെ അല്ലല്ലോ. ചേട്ടനും പറയും, അല്ലല്ലോ. അല്ല ഭൂമി പറയാണ്, അപ്പോൾ പിന്നെ മാറ്റി പിടിക്കണ്ടേ? മാറ്റി പിടിക്കണം. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ പറയുമ്പോൾ അംബികേച്ചി പറയാണ്, മതി തർക്കിച്ചത്. അംബികേച്ചി പറയും, എന്തേ എൻ്റെ ക്യാരക്ടർ ഇട്ടോ? നിൻ്റെ ക്യാരക്ടറോ? വെറും ചണം. എൻ്റെ ക്യാരക്ടർ മതി. അപ്പോൾ അംബികേച്ചി പറയണേ, എന്നാൽ പിന്നെ ഓന്തിനെ പോലെ നിറം മാറുന്ന ക്യാരക്ടറോ? ഭൂമി പറയും, രണ്ടു പേരുടെ ക്യാരക്ടറും ഓക്കെ ആണ്. ആണോ? എന്നാൽ ഓക്കെ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുറത്ത് അയൽവക്കത്തിലുള്ള ഒരു ചേച്ചിയേട്ടനും നടന്നു വരുന്നുണ്ടായിരിക്കും. എന്നിട്ട് അവർ പറയും, ഇവിടെയുള്ളവർക്ക് എന്താ ജാട എന്നാ, ഇവർ ഇടയ്ക്ക് വല്ല കലഹമൊക്കെ വേണ്ടേ? മനസ്സമാധാനം മാത്രം മതിയോ? ഇവർക്ക് അതൊന്നും ശീലമില്ല. അങ്ങനെ അകത്തുനിന്ന് അച്ചോട്ടൻ പറയും, എൻ്റെ മോളെ വല്ല സിനിമാക്കാരും കണ്ടാലേ അടിച്ചുകൊണ്ട് പോവും. സിനിമാക്കാരിയോ? ആദ്യം നാടകത്തിൽ അഭിനയിച്ചിട്ട് മതി സിനിമയിൽ അഭിനയിക്കാം എന്ന് അംബികേച്ചും പറയും. ആ സമയത്ത് അച്ചേട്ടൻ നാടകത്തിനെ കുറ്റം പറയുമ്പം അംബികേച്ചിയും വിട്ടുകൊടുക്കില്ല. അംബികേച്ചി പറയും, നാടകത്തിന് എന്താ ഒരു കുറവ് എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും ഇങ്ങനെ വഴക്ക് കൂടുന്നതും കേട്ടിട്ടാണ് അടുത്ത വീട്ടിലുള്ള ആ ചേച്ചിയേട്ടനും വരുന്നത്. അങ്ങനെ ഇവർ വഴക്ക് കൂടുന്നത് കേട്ടിട്ട് അവർക്ക് ഒരുപാട് സന്തോഷമാണ്. എന്നിട്ട് അവർ പറയും, എന്തായാലും ഇന്ന് കണ്ട കണി കൊള്ളാം, നല്ലൊരു കാഴ്ചയാണ് ഇന്ന് കാണാൻ പറ്റിയത്. അപ്പോഴാണ് ഭൂമി ഇവർ ഒളിഞ്ഞു നിന്ന് ഇതൊക്കെ കേൾക്കുന്നത് ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് ഭൂമി പറയും, ഒന്ന് നിർത്തുന്നുണ്ടോ? അടുത്തുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നു. എന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കും, ഇന്നേക്കുള്ളതായില്ലേ, ഇനി പൊക്കൂടെ? അത് കേൾക്കുമ്പോൾ അവർ ആകെ ചമ്മി നാണം കെട്ട രീതിയിൽ അവിടുന്ന് പോവാണ്. എന്നിട്ട് ഭൂമി അച്ചേട്ടൻ്റെ അടുത്തൊക്കെ പറയും, മതി നിർത്തുന്നുണ്ടോ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട്, പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ 3 പേരും കൂടെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ്. അങ്ങനെ അച്ചേട്ടൻ ഹാപ്പി ആയിരിക്കുന്നത് കണ്ടിട്ട് ഭൂമി പറയും, അച്ഛാ എന്നും ഇന്നത്തെ പോലെ ഹാപ്പി ആയിരിക്കണം, ആത്മധൈര്യമുള്ള മനസ്സിന് ഒരു രോഗത്തിനെയും കീഴ്പ്പെടുത്താൻ കഴിയില്ല. എന്നിട്ട് അച്ചേട്ടൻ പറയും, ഇനി എന്തിനാ വൈകുന്നത്, പോകാനുള്ള വഴി നോക്ക്, ഞാൻ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് വരും. അങ്ങനെ അകത്തേക്ക് വരുന്ന സമയത്തും അച്ഛൻ്റെ കാര്യങ്ങൾ ഓർത്തിട്ടുള്ള വേവലാതിയാണ് ഭൂമിയുടെ മനസ്സ് നിറയെ. അങ്ങനെ അവൾ കണ്ണിലൊക്കെ വെള്ളം നിറയ്ക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സൗഭാഗ്യപുരത്തെ വീടാണ്. അവിടെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. മുത്തശ്ശി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് അജയുടെ ഫ്രണ്ട് വരുന്നത്. എന്നിട്ട് മുത്തശ്ശി എന്നും പറഞ്ഞിട്ട് ആശീർവാദമൊക്കെ വാങ്ങിക്കുമെന്ന്. ആ സമയത്ത് ചോദിക്കും, ഞാൻ ഈ ഒരു നസ്രാണി ഇവിടെ കയറി വരുന്നതുകൊണ്ട് പൂജ അശുദ്ധമാവൊന്നുമില്ലല്ലോ. അപ്പോൾ മുത്തശ്ശി പറയണേ, ഇതൊക്കെ മനുഷ്യരുണ്ടാക്കി വെക്കുന്നതല്ലേ, ദൈവങ്ങൾക്ക് എന്തിനാ ശത്രുത? എന്നിട്ട് ദൈവത്തിന് പഴി കേൾക്കുന്നത് മുഴുവൻ ദൈവത്തിനും. എന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ അജയുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് എന്തായി? നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ അജയെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന്, നീ ഏറ്റതാണല്ലോ, ഓക്കെ ആക്കിയോ? ആ സമയത്ത് അവനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഈശ്വര ഞാൻ പെട്ടോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് പറയും, ഓക്കെയാണ് മുത്തശ്ശി, എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞിട്ട് നേരെ അജയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അജയ് പറയും, എനിക്കറിയാം അവിലും മലരും കഴിക്കാൻ നീ ഇവിടെ പറന്നെത്തുമെന്ന്, നിനക്കറിയാമല്ലോ ഞാനൊരു കേസ് മാറ്റി വെച്ചിട്ടാണ് വന്നത്. ആ സമയത്ത് അവിടേക്ക് സത്യൻ പൂജാരിയെയും കൊണ്ട് കടന്നു വരുന്നുണ്ടായിരിക്കും. പൂജാരി ചോദിക്കും, ഒരുക്കങ്ങളൊക്കെ ആയോ? തിരുമേനി പറഞ്ഞ എല്ലാ ഒരുക്കങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, അകത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോവാണ്. അവിടെ വെച്ച് മുത്തശ്ശി സത്യൻ്റെ അടുത്ത് പറയും, സത്യ ഇന്ന് തന്നെ അജയുടെയും അഞ്ജനയുടെയും കല്യാണത്തിൻ്റെ ഡേറ്റ് എടുക്കണം,
നീ അമ്മാവനായ നിൻ്റെ എല്ലാ ചുമതലയും നിൻ്റെ തലയിലാണ് കേട്ടല്ലോ എന്ന് പറയുമ്പം ഭവാനി മുകളിൽ നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. എന്നിട്ട് ഭവാനി മനസ്സിൽ വിചാരിക്കും, തന്നെ കൊണ്ട് തന്നെ തൻ്റെ നാശത്തിൻ്റെ ഉദ്ഘാടനം ഞാൻ നടത്തിക്കും. അങ്ങനെയൊക്കെ ഭവാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് സത്യൻ ചോദിക്കും, ആൽഫ്രഡ് എങ്ങനെ പോകുന്നു കോടതിയിലെ കേസൊക്കെ? ഭംഗിയായി പോകുന്നു അങ്കിളെ. നീ ഇനി വാദിച്ച് ജഡ്ജിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കോ? അയ്യോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി ചിരിക്കുകയാണ്. ആ സമയത്ത് തിരുമേനി പറയും, ഞാൻ ഇവരുടെ ജാതകങ്ങൾ ഒത്തു നോക്കിയിരുന്നു, ഉത്തമ പൊരുത്താണ് എന്നൊക്കെ കേൾക്കുമ്പോൾ അജയ്ക്ക് മനസ്സിലൊരു സന്തോഷവും വരുന്നുണ്ടാവില്ല. അങ്ങനെ പൂജാരിയും മുത്തശ്ശിയൊക്കെ പൂജ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ സത്യൻ അജയുടെ അടുത്ത് പറയും, അഭിരാമി ഉണ്ടായിരുന്നെങ്കിൽ നീ അവളെയായിരുന്നു വിവാഹം കഴിക്കേണ്ടിയിരുന്നത്. അവളായിട്ടായിരുന്നു നിനക്ക് ചെറുപ്പത്തിൽ കൂട്ട്. ഇതൊക്കെ ഭവാനി കേൾക്കുമ്പോൾ ഇങ്ങനെ ഭവാനി പെട്ടെന്ന് അഭിരാമി ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളൊരു സംശയത്തിൽ ആ ഗുണ്ടയെ വിളിക്കുകയാണ്. എന്നിട്ട് ഗുണ്ടയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചോ? ഞാൻ അന്വേഷിച്ചു മാഡം, പക്ഷെ അവരെക്കുറിച്ച് വിവരങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും എല്ലാ വിവരങ്ങളും നീ അന്വേഷിച്ച് കണ്ടെത്തണം എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ ഭൂമി അവിടേക്ക് പൂജാ സാധനങ്ങളൊക്കെ കൊണ്ട് ആ വീട്ടിലേക്ക് വരികയാണ്. അവൾ സൗഭാഗ്യപുരം എന്നുള്ള ആ ഗേറ്റ് കാണുമ്പോൾ തന്നെ അവൾ ആകെ ഒന്ന് അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് വണ്ടിയൊക്കെ അവിടെ സൈഡാക്കിയിട്ട് കൊണ്ടുവന്ന സാധനങ്ങൾ നോക്കുമ്പം അതിൽ ചെറിയൊരു പായസത്തിനുള്ള പാത്രം എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ അപ്പം തന്നെ അച്ഛനെ വിളിച്ചിട്ട് പറയാണ് ആ ഒരു പായസത്തിൻ്റെ പാത്രം അമ്മയുടെ അടുത്ത് ഓട്ടോയിൽ കയറ്റി വിടാൻ. അപ്പോൾ അച്ചുവേട്ടൻ പറയും, അത് ഞാൻ തന്നെ കൊണ്ടുവന്നോളാം മോളെ എന്ന് പറഞ്ഞിട്ട് അച്ചുവേട്ടൻ ആ ഫോണ് കട്ട് ചെയ്യാണ്. അങ്ങനെ അവൾ കോളിംഗ് ബെല്ലടിച്ച് അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് നേരെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അവൾക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നുകയാണ്, ഞാൻ ഈ വീട്ടിൽ മുൻപ് വന്ന ഒരു ഫീലാണല്ലോ എനിക്ക് കിട്ടുന്നത് എന്ന്. ഭൂമി പിന്നെ വീടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ അജയ് മുറ്റത്ത് നിന്ന് ഫോൺ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അജയ് ഫോണൊക്കെ കട്ട് ചെയ്ത് നേരെ നോക്കുമ്പം ഭൂമി പൂജാ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അന്നേരം ഭൂമിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഓ പാഷാണം ഇവിടെ എത്തിയോ? പൂജാ സാധനം കൊണ്ട് വന്നതായിരിക്കൂലേ? ഒരു എലി പിടി തരാതെ നടക്കുകയാണ് സാറേ, ഇപ്പം നേരിൽ കണ്ടു. ഇതാണോ സാറിൻ്റെ മാളം, സൗഭാഗ്യപുരം എന്ന മാളം? നീ നിവേദ്യത്തിനുള്ള സാധനം കൊണ്ടുവന്നതല്ലേ? ഒരു ആതിഥ്യ മര്യാദയുടെ ആനുകൂല്യത്തിൽ തൽക്കാലം താൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഓ എന്ന് പറയും. അത് കേൾക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ അഞ്ജന മുകളിൽ നിന്നിട്ട് ഇവർ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അന്നേരം അഞ്ജന ഇങ്ങനെ മനസ്സിൽ പറയാണ്, ഇവൾ ആരാ അജയോട് തട്ടിക്കയറാൻ മാത്രം, ഇവർ തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ അവളിങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് ഭൂമി അജയുടെ അടുത്ത് പറയും, അതെ ഇന്നത്തെ പത്രവാർത്ത ഞാൻ വായിച്ചു, ആരോഗ്യമന്ത്രിയുടെ മകൻ്റെ മരണം ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. ആ മന്ത്രിയുടെ മകൻ്റെ മരണത്തിൽ കേരള പോലീസിനെ പ്രത്യേകം അഭിനന്ദിച്ചു. CI അജയ് മാധവിൻ്റെ ബുദ്ധിക്ക് പ്രത്യേക അഭിനന്ദനങ്ങളുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് കേൾക്കുമ്പോൾ അജയ് ചോദിക്കും, നീ പറഞ്ഞതുപോലെ അന്വേഷിച്ചു എന്നാണോ നീ കരുതുന്നത്? ഇതേ പോലീസ് ബുദ്ധിയാണ്. എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. സാറ് ബുദ്ധിപരമായി ആ കേസിനെ കുറിച്ച് ചിന്തിച്ചു. ഞാൻ പറഞ്ഞതുപോലെ ബുദ്ധിപരമായി സാർ ആ കേസിനെ കുറിച്ച് ആലോചിച്ചു. അങ്ങനെ സാറ് ബുദ്ധിപരമായി കേസ് അന്വേഷിച്ച് സത്യം കണ്ടെത്തി. എന്നിട്ട് ഭൂമി പറയും, ഞാനേ കോടതിയിൽ ഒരു പരാതി രജിസ്റ്റർ ചെയ്യാൻ പോവാ. സാറൊന്ന് അന്വേഷിച്ച് തലച്ചോറ് കവർച്ച സാറൊന്ന് അന്വേഷിച്ച് കണ്ടെത്തി തരണം. അത് കേൾക്കുമ്പോൾ അജയ്ക്ക് നല്ല ദേഷ്യം വരും. എന്നിട്ട് ഭൂമി ചോദിക്കും, തല്ലണമെന്ന് തോന്നുന്നുണ്ടോ? ഞാനിവിടൊക്കെ തന്നെ കാണും. അങ്ങനെ തല എന്നുള്ള രീതിയിൽ ദേഷ്യം പിടിച്ച് തലയാട്ടി അജയ് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അജയ് അവിടുന്ന് പോയതിന് ശേഷം ഭൂമി ആ വീടും പരിസരമൊക്കെ ചുറ്റി ഇങ്ങനെ കാണുകയാണ്. ഭൂമിക്ക് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം വരികയാണ്. അങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.